ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മോൺസ്റ്റർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത്രയും വലിയ ശത്രുക്കളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലെ രണ്ട് സോൾജേഴ്സിനെ ഒരുമിച്ച് ചങ്ങലയിലിട്ടിട്ട് അവർ രണ്ടുപേരും ആ ഒരു ചങ്ങലയോടൊപ്പം തന്നെ ഒരു ദ്വീപിൽ പെട്ടുപോകുന്നു. പിന്നീട് അവർ ആ ഒരു ദ്വീപിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു, അതുമല്ല ഈ ഒരു ദ്വീപിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നിന്നെല്ലാം അവർ രണ്ടുപേരും എങ്ങനെയാണ് ആ ഒരു ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതേപോലെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം പറയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം 1944. ഇപ്പൊ കടലിലൂടെ ഒരു ജാപ്പനീസ് യുദ്ധക്കപ്പൽ ഇങ്ങനെ പോവാണ്. അതിനകത്ത് ഒരുപാട് അടിമകളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുദ്ധത്തിൽ തോറ്റ പട്ടാളക്കാരെല്ലാവരെയും ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും അവരുടെ നാട്ടിലേക്ക് കൊണ്ടാക്കാനും അതേപോലെ തന്നെ പിടിച്ചു വെച്ചവരെ ആ ഒരു കപ്പലിലുള്ള ജോലിയും അവർ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് സൈറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് പട്ടാളക്കാരൻ. ഇപ്പൊ ഈ ഒരു ജാപ്പനീസ് പട്ടാളക്കാരനെ തന്നെ ഇവർ പിടിച്ചു വയ്ക്കാൻ കാരണം അവൻ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു. അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവന് വലിയൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി അവൻ ഇപ്പോൾ നേരെ ഇവരുടെ മെയിൻ ചീഫിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും ഇപ്പൊ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനായിട്ടുള്ള ബ്രോൺസനെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബ്രോൺസനെയും ഈ ഒരു യുദ്ധത്തിൽ പിടിച്ചതാണ്. അതുമല്ല ബ്രോൺസൺ ആണെങ്കിൽ ജപ്പാൻകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഈ ഒരു കമാൻഡർ രണ്ടുപേരെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർക്കിപ്പോൾ വലിയൊരു ശിക്ഷ കൊടുക്കാൻ പോകണം. എന്താണെന്നറിയോ? ഇവരുടെ ജീവിതകാലം മുഴുവൻ രണ്ടുപേരെയും ഒരേ ചങ്ങലയിൽ തളച്ചിടുക. അങ്ങനെ ആ ഒരു ശിക്ഷ കൊടുക്കുന്നതും ഇവരുടെ രണ്ടുപേരുടെയും കാല് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചങ്ങല രണ്ടുപേരുടെ കാലിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കഴിയേണ്ടി വരും. അത് ഇത്രയും വെറുപ്പുള്ള രണ്ട് രാജ്യക്കാര് ഒരുമിച്ച് കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അടിമയായിട്ട് ജോലി ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ സെല്ലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ നിന്നും ഈ യുദ്ധവിമാനത്തിൽ ഇവരുടെ ശത്രുക്കൾ വന്നിട്ട് ഈ ഒരു ജാപ്പനീസ് കപ്പലിനെ ആക്രമിക്കുന്നു. കാരണം അതിനകത്ത് ഒരു ബഹളമെല്ലാം നടക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാവരെയും ബാക്കിയുള്ള ജാപ്പനീസ് പട്ടാളക്കാരുണ്ടല്ലോ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനകത്തുള്ള പട്ടാളക്കാരെല്ലാം അടിച്ചു കളയുന്നതും ഇപ്പൊ ഈ ഒരു കടലിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ അതങ്ങനെ വെള്ളത്തിനടിയിലൂടെ വന്നിട്ട് ഈ ഒരു ജാപ്പനീസ് കപ്പലിലേക്ക് ഒരു മിസൈൽ വിട്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കപ്പലിലെ ക്യാബിനിൽ കാണിക്കുമ്പോൾ ആ ഒരു കമാൻഡറും അതേപോലെ തന്നെ സൈറ്റോയും ബ്രോൺസനും ഇവർ മൂന്നുപേരും മാത്രമാണ്. അതുപോലെ ഈ ഒരു മിസൈൽ കപ്പലിൽ കൊള്ളുന്നതും പെട്ടെന്ന് തന്നെ ബ്രോൺസൺ സൈറ്റോയെ പിടിച്ച് ആ ഒരു കപ്പലിന് വെളിയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ ആ ഒരു കപ്പൽ പൊട്ടിത്തെറിച്ച് ഈ ഒരു കമാൻഡറും ബാക്കിയുള്ള ജാപ്പനീസ് പട്ടാളക്കാരും മരണപ്പെടുന്നു. ഇവർ രണ്ടുപേരും കടലിലേക്ക് ചാടിയിട്ട് ഇപ്പൊ ബ്രോൺസൺ ഈ ഒരു കടലിലൂടെ നീന്തി അവസാനം സൈറ്റോനെയും കണ്ട് കരയിലേക്ക് വരികയാണ്. ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും കരയിലേക്ക് വന്ന് ക്ഷീണം കാരണം അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ അടുത്ത ദിവസം സൈറ്റോ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നേരം കണ്ടത് സ്വപ്നമൊന്നുമല്ല, ഇത് റിയൽ തന്നെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ കാലിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ചങ്ങല ഇപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത് തന്നെ ആ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനായിട്ടുള്ള ബ്രോൺസൺ അവനും കിടപ്പുണ്ട്. അങ്ങനെ സൈറ്റോ ബ്രോൺസനെ എഴുന്നേൽപ്പിക്കാണ്ട് ശ്രമിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല. ഇനിയിപ്പോ ഈ ഒരു ചങ്ങല എങ്ങനെയും പൊട്ടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് സൈറ്റോ നോക്കുമ്പോൾ അടുത്തായിട്ട് മറ്റൊരു പട്ടാളക്കാരൻ മരിച്ചു കിടപ്പുണ്ട്. അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വന്ന് അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, അതും എടുത്ത് ഇപ്പൊ ആ ഒരു തോക്ക് എടുത്തിട്ട് വിലങ്ങ് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ ബ്രോൺസൺ ചാടി എഴുന്നേറ്റ് സൈറ്റോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇവൻ ആ ഒരു തോക്ക് വെച്ചത് കൊണ്ടാണ്. അതുമല്ല ഇവർ രണ്ടുപേർക്കും അങ്ങോട്ട് കിട്ടുന്ന നല്ല ശത്രുതയാണല്ലോ. അങ്ങനെ രണ്ടുപേരും നിർത്താതെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കടലിൽ നിന്നും എന്തോ ഒരു ക്രീച്ചർ, അതെന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ജീവി ഇവരെങ്ങനെ നോക്കുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അടി കൂടിയിട്ട് അവസാനം കടലിലേക്ക് വന്ന് വീണ് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ബ്രോൺസനെ ഈ കടലിൽ നിന്ന് നോക്കിയ ജീവി ഉണ്ടല്ലോ അത് വന്ന് ബ്രോൺസനെ വലിച്ചെടുത്തിട്ട് പോകാൻ ശ്രമിക്കുന്നു. സൈറ്റോക്ക് ആണെങ്കിൽ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സൈറ്റോ തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് എങ്ങനെയും എടുത്തിട്ട് ഇപ്പൊ അവിടേക്ക് നോക്കി നിൽക്കും. അപ്പോഴേക്കും ബ്രോൺസൺ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ജീവിയെ കാണുന്നില്ല. അപ്പോൾ ബ്രോൺസൺ വിചാരിക്കും അവനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു ജീവി അവന്റെ പുറകെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതും സൈറ്റോ പെട്ടെന്ന് അതിന് ഷൂട്ട് ചെയ്യും. പക്ഷെ അതിനെ കൊള്ളാതെ അത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സൈറ്റോ ഇപ്പൊ ആ ഒരു തോക്ക് ബ്രോൺസനെ കാണിച്ചിട്ട് അവനെ പിടിച്ച് നേരെ കരയിലേക്ക് പോവാണ്. ഇപ്പോൾ ബ്രോൺസൺ ആണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം സൈറ്റോയുടെ കയ്യിൽ ആ ഒരു തോക്കിരിക്കല്ലേ. അങ്ങനെ കരയിലേക്ക് വന്നതിന് ശേഷമാണ് ബ്രോൺസൺ സൈറ്റോയോട് ചോദിക്കുന്നത്, അല്ല അതെന്ത് കാര്യമാണ് വന്നത്, നീ അതിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൈറ്റോയ്ക്ക് ആണെങ്കിൽ ഇവന്റെ ലാംഗ്വേജ് എന്താണെന്ന് അറിയത്തില്ലല്ലോ, രണ്ടുപേർക്ക് പരസ്പരം അത് അറിയത്തില്ല. പക്ഷെ അവൻ കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ അതെല്ലാം വെച്ച് തന്നെ സൈറ്റോയ്ക്ക് മനസ്സിലായി ഇവൻ എന്താണ് ചോദിക്കുന്നതെന്ന്. അങ്ങനെ സൈറ്റോ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ ആ ഒരു തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ച് സ്വയം മരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ബ്രോൺസൺ സൈറ്റോയെ ഇടിച്ചങ്ങ് താഴേക്കിടും. എന്നിട്ട് നീ എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ, നമുക്ക് രക്ഷപ്പെടാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും, നമുക്ക് അതെല്ലാം നോക്കാമെന്നും പറഞ്ഞ് ആ തോക്കിലുള്ള ഒരു ബുള്ളറ്റ് മാത്രമുണ്ട്, അത് മാത്രം എടുത്തിങ്ങനെ വെച്ചേക്കും. കാരണം ഇവനൊരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കും ഈ ഒരു കപ്പലിൽ നിന്ന് വീണ കുറെ സാധനങ്ങൾ കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്ന് ഇവരിങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ബ്രോൺസന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പട്ടാളക്കാരൻ, അതൊരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനായിരുന്നു. അവന്റെ ശരീരം ഇങ്ങനെ കാണുമ്പോൾ ബ്രോൺസൺ നല്ലതുപോലെ കരയുന്നുണ്ട്. അതുമല്ല ബ്രോൺസൺ പറയും, നിങ്ങളുടെ രാജ്യമാണ് ഈ ഒരു
ഈ ഒരു യുദ്ധം തന്നെ തുടങ്ങി വെച്ചത് എന്നെല്ലാം സൈറ്റോയെ കുറ്റം പറയുമ്പോൾ അവൻ ഈ ഒരു കാര്യങ്ങളൊന്നും ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അവൻ അങ്ങനെ ഇതെല്ലാം വെറുതെ കേട്ടു നിൽക്കാണ്. പക്ഷെ അവന് ഒരു കാര്യം മാത്രം മനസ്സിലായി, തന്റെ പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോകുമ്പോൾ എന്തോരം വിഷമമുണ്ടാവുമെന്ന്. അങ്ങനെ സൈറ്റ് അവന് കുടിക്കാണ്ട് കുറച്ച് വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും ബ്രോൺസൺ അത് വാങ്ങത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രാത്രിയിൽ ഇവർക്ക് രണ്ടുപേർക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ചെറിയ തീയെല്ലാം കൂട്ടി വെച്ചിട്ട് സൈറ്റോ ഈ ഞണ്ടിനെ എല്ലാം വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ബ്രോൺസൺ അവന്റെ ഷൂയില് ഈ സോക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ നല്ല വേദന. അപ്പോൾ സോക്സ് നോക്കുമ്പോൾ അവന്റെ കയ്യിലില്ല, കീറിപ്പോയി. അപ്പോഴാണ് സൈറ്റോയുടെ കയ്യിൽ 2 സോക്സ് ഉണ്ട്, അതെടുത്ത് ബ്രോൺസന് കൊടുക്കുമ്പോഴത്തേക്കും അപ്പോഴും ബ്രോൺസൺ അത് സ്വീകരിക്കുന്നില്ല. കാരണം അവൻ ഈ ഒരു ജാപ്പനീസുകാരനെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ സൈറ്റോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവനുണ്ടാക്കിയ ആ ഒരു ഞണ്ടിനെ ബ്രോൺസന് കഴിക്കാനായിട്ട് കൊടുക്കും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം അവൻ വാങ്ങാതിരിക്കത്തില്ല. കാരണം വിശപ്പാണല്ലോ പ്രധാനം, അവിടെ രാജ്യവും മതവും അങ്ങനെയൊന്നും വരത്തില്ല. അങ്ങനെ ഈ ഒരു ഞണ്ടിനെ പൊട്ടിച്ച് കഴിക്കാണ്ട് വരുമ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് അത് താഴേക്ക് വീഴും, മണലിലേക്ക് വീഴും. അങ്ങനെ അതെടുത്ത് കഴിക്കാണ്ട് വരുമ്പോഴത്തേക്കാണ് സൈറ്റോ വീണ്ടും ഒരു ഞണ്ടിനെ ഇങ്ങനെ കൊടുക്കാണ്. കാരണം അവന് വേറെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രോൺസ് സൈറ്റോയോട് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടുപേർക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിലും ഒരു വിധത്തിൽ സംസാരിച്ച് സൈറ്റോയുടെ പേരെന്താണെന്ന് അവൻ മനസ്സിലാക്കും. അതുപോലെ ഇനിയിപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, അത് കാലിൽ നിന്ന് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കണം. അതെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേറെ വഴിയില്ല, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ നമ്മുടെ ബ്രോൺസൺ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ റെഡിയാക്കും. എന്നിട്ട് അത് വെച്ച് സൈറ്റോയുടെ കാലിന്റെ ആ ഒരു വശത്ത് ചങ്ങലല്ലേ 2-3 തവണ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ടിപ്പോകുന്നു. അങ്ങനെ സൈറ്റോയുടെ കാലിലുള്ള ആ ഒരു വിലങ്ങ് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ബ്രോൺസൺ അപ്പോൾ സൈറ്റോ ആ ഒരു ടൂള് ബ്രോൺസന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ബ്രോൺസൺ നല്ല പേടി, അവൻ തിരിഞ്ഞിരിക്കും. എന്നിട്ടാണ് സൈറ്റോ നീ അടിച്ചത് തെറ്റാണ്, ഇതുപോലെ അടിക്കണമെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് വെച്ചൊരു ഒറ്റയടി ആ ഒരു ചെയിൻ അങ്ങ് പൊട്ടിപ്പോകുന്നതും ഇവര് രണ്ടുപേരും ഇപ്പോൾ ഫ്രീ ആയി. അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കാടിനുള്ളിൽ നിന്നും എന്തോ ഒരു കാര്യം അവരെ നോക്കുന്നത് പോലെ ഇത് സൈറ്റോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ബ്രോൺസനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ജീവി അവിടെ നിന്ന് പോവാണ്. അതെന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആയുധമായിട്ട് നേരെ ആ ഒരു കാടിനുള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെ കുറെ അകത്തേക്ക് ചെന്നിട്ട് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് തറയില് എന്തോ ഒന്നിന്റെ കാൽപ്പാട് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ സൈറ്റോ ഈ ഒരു കാര്യം ബ്രോൺസിനെ കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ നമുക്ക് ഇത് ഫോളോ ചെയ്ത് പോവാന്നുള്ള രീതിയിൽ അവർ നിൽക്കുമ്പോൾ പുറകിൽ ആരും സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, 2 ജാപ്പനീസ് പട്ടാളക്കാരാണ്. അവരുടെ കൂടെ ആണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് വന്ന ഒരു അടിമയുണ്ട്. ഇവരെങ്ങനെയാ ആ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു ദ്വീപിലേക്ക് വരുമായിരുന്നു. അപ്പൊ ഇതുകൂടി കാണുന്നത് നമ്മുടെ ബ്രോൺസൺ നല്ലപോലെ പേടിയും. കാരണം നമ്മുടെ സൈറ്റോയുടെ ആളുകളാണല്ലോ അവര്, അതുകൊണ്ട് തന്നെ സൈറ്റോ ഇവനെ കൊല്ലോ ഇല്ലേ എന്നുള്ള ഒരു പേടിയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ സൈറ്റോ ബ്രോൺസണോട് പറയും നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് സൈറ്റോ അവിടെ നിന്ന് മാറി ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ കരയിലേക്ക് കയറിയ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവർ ഇവിടെ എന്താ കുക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം അതിന്റെ സ്മെല്ലെല്ലാം കണ്ടുപിടിച്ച് പതിയെ ആ ഒരു വശത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആരും ഒരാൾ അവിടെ കിടക്കുന്നു. അടുത്തേക്ക് വന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സൈറ്റോ പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. എന്നിട്ട് പറയും ഹേയ് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടു വന്നതാണ്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ രക്ഷപ്പെട്ട ആ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരങ്ങനെ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രോൺസൺ ഈ കാടിനകത്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണുകയാണ്. അപ്പോഴേക്കാണ് ബ്രോൺസന്റെ പുറകിലായിട്ട് കുറെ ദൂരെ ആ ഒരു ജീവി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ അവനെ കാണുന്നത് പോലെ. പക്ഷെ ഇപ്പൊ അവനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബ്രോൺസൺ തല അങ്ങനെ പുറകിലേക്ക് തിരിക്കുന്നതും ആ ഒരു മോൺസ്റ്ററിനെ അവൻ കാണുകയും ചെയ്യുന്നു. അപ്പൊ തന്നെ അവന് മനസ്സിലായി സമയം വൈകിപ്പോയി, ഇനി എന്തായാലും താൻ മരിക്കുമെന്നും പറഞ്ഞ് അവൻ കണ്ണുടച്ചങ്ങനെ നിൽക്കുന്നതും ഈ ഒരു മോൺസ്റ്റർ അവനൊന്നും ചെയ്യുന്നില്ല, അവിടെ നിന്ന് പോവാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അതേസമയമാണ് ഇവിടെ സൈറ്റോയുടെ അടുത്ത് ഇവിടേക്ക് വന്ന ആ ഒരു പട്ടാളക്കാരിൽ ഒരുത്തൻ ഈ ഒരു സ്ഥലം നല്ലതുപോലെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരാളല്ല 2 പേരുണ്ടെന്നുള്ള കാര്യം ഈ ഒരു പാത്രവും അതേപോലെ തന്നെ മറ്റൊരാൾക്ക് വിളമ്പാനായിട്ടൊരു ഇല വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ആ ഒരു പട്ടാളക്കാരൻ അത് മനസ്സിലാവും. അതുമല്ല ആ ഒരു പട്ടാളക്കാരൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കപ്പലില് 2 കുറ്റവാളികളുണ്ടായിരുന്നു, അവരുടെ 2 പേരുടെ കാലില് ചെയിൻ ഇട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവരെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൈറ്റോ പറയും ഇല്ല കണ്ടില്ല എന്ന് പറയും. അപ്പോഴേക്കാണ് ആ ഒരു പട്ടാളക്കാരൻ അവന്റെ കാലിൽ ആ ഒരു തുണി എടുത്ത് മാറ്റുമ്പോഴത്തേക്കും ആ ഒരു ചങ്ങല കാലിലിട്ടല്ലോ അതിപ്പോഴും അവന്റെ കാലിൽ തന്നെ കിടപ്പുണ്ട്. ഇത് കാണുന്നതും ആ ഒരു പട്ടാളക്കാരൻ അവന്റെ കയ്യിലുള്ള കട്ടാന എന്ന് പറഞ്ഞിട്ട് ഒരു വാളുണ്ട്, അതും എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നിന്നെ കൂടാതെ വേറെ ആരും ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല വേറെ ആരുമില്ല, എന്റെ കൂടെ വന്നവൻ മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട് അവിടെ കൂട്ടിരിക്കുന്ന മണല് കുറച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പട്ടാളക്കാരൻ അത് വിശ്വസിക്കത്തില്ല. അതുമല്ല സൈറ്റോ ആണെങ്കിൽ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവൻ ഇതുപോലൊരു ശിക്ഷ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും കള്ളം പറയാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പട്ടാളക്കാരൻ സൈറ്റോടെ കഴുത്ത് വെട്ടാനായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ബ്രോൺസോ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. പെട്ടെന്നാണ് ഈ ഒരു കാടിനകത്തെ ഒരു ഗുഹയ്ക്കകത്ത് നിന്നും എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, അലറുന്നത് പോലെ. അത് വേറെ ഒന്നല്ല, ആ ഒരു ജീവിയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതറിയാതെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ ഓക്കെ ഞാൻ അകത്തേക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അതിലൊരുത്തൻ പതിയെ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴേക്കാണ് ഇവർ പിടിച്ചോണ്ടെന്ന ആ ഒരു അടിമയുണ്ടല്ലോ, അയാൾക്ക് ഈ ഒരു ജീവിയെ പറ്റി അറിയാൻ തോന്നുന്നു. അയാളിപ്പോ മുട്ടുകുത്തിയിരുന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് ഇവരോട് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങോട്ട് പോരുത്, അതൊരു ഫിഷർമാനാണ് എന്നാണ് ഇവർ ആ ഒരു മൂവിയിൽ പറയുന്ന പേര്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് പ്ലീസ് അങ്ങോട്ട് പോരുത്.
അത് നമ്മളെല്ലാവരെയും കൊല്ലുമെന്നും പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങുന്നതും ഇതിനകത്തേക്ക് പോയ ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അവൻ ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് വന്നിട്ട് എന്താണ് ഈ ഒരു ശബ്ദം എന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു ജീവി അവന്റെ അടുത്തേക്ക് വന്ന് അവനെ അങ്ങ് കൊല്ലുകയാണ്. അതും വളരെ കൊടൂരമായിട്ട് അവന്റെ അലർച്ച എല്ലാവർക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ബ്രോൺസൺ ബാക്കിയുള്ള ആ ഒരു പട്ടാളക്കാരനെ കൊല്ലാൻ വേണ്ടി പതിയെ ഒളിച്ചിങ്ങനെ വരികയാണ്. ഇവിടെ ഈ ഒരു പട്ടാളക്കാരൻ വിചാരിക്കും ഇതിനെല്ലാം കാരണം സൈറ്റോ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് സൈറ്റോയെ കൊല്ലാനായിട്ട് വരുന്നത് ബ്രോൺസൺ പെട്ടെന്ന് വന്ന് ആ ഒരു പട്ടാളക്കാരനെ ഇടിച്ച് താഴേക്കിട്ട് അവന്റെ കഴുത്തിലേക്ക് മൂർച്ചുള്ള ഒരു കമ്പ് കുത്തി ഇറക്കുന്നതും ആ ഒരു പട്ടാളക്കാരൻ താഴെ വീണ് മരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ജീവി വീണ്ടും കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ അത് കൊന്ന ആ ഒരു പട്ടാളക്കാരന്റെ തലയെടുത്ത് ഇവരുടെ അടുത്തേക്ക് ഒരു ഒറ്റ ഏറ്. അപ്പൊ ഇവര് രണ്ടുപേരും അത് കണ്ടിട്ട് അവിടെ ഒളിച്ചിരിക്കും. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജീവി വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് അത് നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ കാണുന്നില്ല, പകരം ആ ഒരു പട്ടാളക്കാരി പിടിച്ചുകൊണ്ടൊന്നൊരു അടിമയുണ്ടല്ലോ, അവൻ ഇത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവന്റെ പുറകെ തന്നെ ചെന്ന് അവനെയും പിടിച്ച് അയാളെയും അവിടെ വെച്ചങ്ങ് കൊല്ലാണ്. അത് കൊടൂരായിട്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഇവര് രണ്ടുപേരും ദൂരെ നിന്ന് ഇങ്ങനെ കാണുകയല്ലേ. എന്നിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാൻ തുടങ്ങുന്നതും ആ ഒരു ജീവി ഇവരെ രണ്ടുപേരെയും കണ്ടു. എന്നിട്ട് ഇവരെ ഫോളോ ചെയ്ത് വരുന്നതും ഈ ഒരു ശബ്ദം കേട്ട് സൈറ്റോയും ബ്രോൺസണും രണ്ടുപേരും അങ്ങനെ ഓടാണ്. അപ്പൊ സൈറ്റ് ആണെങ്കിൽ തന്റെ കയ്യിൽ ആ ഒരു കട്ടാനയുണ്ടല്ലോ അതെടുത്ത് കയ്യിൽ വെച്ച് ഈ ഒരു ചെടികളെല്ലാം വെട്ടിയാണ് ഇങ്ങനെ ഓടുന്നത്. ബ്രോൺസൺ പുറകെ ചെന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഏയ് അത്രയും വേഗത്തിൽ ഓടണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവാത്തത് കൊണ്ട് സൈറ്റോ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓടുമ്പോഴത്തേക്കും നമ്മുടെ ബ്രോൺസൺ കാല് തട്ടിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴും. കാണിക്കുമ്പോ ആഹാ അവന്റെ പുറകെ തന്നെ ആ ഒരു ജീവി വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രോൺസൺ പെട്ടെന്ന് തിരിഞ്ഞിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് വെച്ച് ഇതിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആകെ ഒരൊറ്റ ബുള്ളറ്റേ ഉള്ളായിരുന്നു. ഇപ്പൊ അത് നഷ്ടമായി പോയി, കാരണം ആ ഒരു ജീവിയുടെ ദേഹത്ത് അത് കൊണ്ടില്ല. എന്നിട്ട് ആ ഒരു ജീവി ബ്രോൺസൺ ഉണ്ടല്ലോ അവന്റെ കഴുത്തിലേക്ക് അങ്ങനെ പിടിച്ചിട്ട് അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് സൈറ്റോ പുറകിലൂടെ വന്ന ആ ഒരു കട്ടാൻ ഉപയോഗിച്ച് അതിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട്. അപ്പൊ അത് വേദന കൊണ്ട് അലറി വിളിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ സൈറ്റോ ബ്രോൺസിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഓടുകയാണ്. അപ്പൊ രണ്ടുപേരും പേടിച്ചിപ്പോ ഓടുമ്പോൾ നല്ലൊരു ഇറക്കമായിരുന്നു. അതിലേക്ക് ചവിട്ടിയിട്ട് രണ്ടുപേരും അതുവഴി ഉരുണ്ട് താഴേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയെല്ലാം ഇടിച്ച് നല്ലതുപോലെ പരിക്കെല്ലാം പറ്റുന്നുണ്ട്. അങ്ങനെ ഇടിച്ചിടിച്ച് അവസാനം ഇവരൊരു കുഴിയിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം രണ്ടുപേരും കണ്ണുറക്കും. അപ്പോൾ രണ്ടുപേരും കിടക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിനടുത്തായിട്ടാണ്. സൈറ്റോയുടെ ദേഹത്താണെങ്കിൽ ഒരു കമ്പ് തറച്ച് കയറിയിട്ടുണ്ട്. അതവന് നല്ലതുപോലെ അറിയാം. ആ ഒരു വേദന കാരണം സൈറ്റോ എഴുന്നേറ്റ് ആ ഒരു കമ്പ് അങ്ങ് വലിച്ചു വരും. ഇവിടെ ബ്രോൺസൺ ആണെങ്കിലോ വലിയൊരു മരം ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്, അതിന് മുകളിലാണ് കിടക്കുന്നത്. അതുമല്ല വേദന കാരണം അനങ്ങി കഴിഞ്ഞാൽ നേരെ താഴേക്ക് വീഴും. അതുകൊണ്ട് തന്നെ അവൻ പതിയെ എഴഞ്ഞ് മുകളിലേക്ക് പോയിട്ട് ആ ഒരു ബാലൻസ് എല്ലാം പിടിച്ച് അങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റിയിട്ട് അവൻ നേരെ താഴേക്ക് വന്ന് വീഴും. വീഴുന്ന വീഴ്ചയിൽ ഒരു കല്ലിൽ തല വന്ന് ഇടിച്ച് അവൻ വീണ്ടും ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോൾ ഈ ഒരു കടലിൽ വെച്ചിട്ട് ഈ ഒരു ജീവി ഇവരെ അറ്റാക്ക് ചെയ്തല്ലോ, ആ ഒരു കാര്യം അവനിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിൽ അവിടെ നിന്ന് നീന്തി മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ സൈറ്റോ അവന്റെ കയ്യിൽ നിന്നും പോയ ആ ഒരു കട്ടാനുണ്ടല്ലോ, ആ ഒരു വലിയ വാള്, അതെങ്ങനെയും കണ്ടുപിടിച്ച് കയ്യിൽ വെച്ചേക്കും. പക്ഷെ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേരും, കാരണം രണ്ടുപേരും ഇപ്പോൾ രണ്ടു വഴിക്കായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് നടന്ന് കുറെ ദൂരം ഈ ഒരു വെള്ളത്തെ ഫോളോ ചെയ്ത് തന്നെ ബ്രോൺസ് കിടക്കുന്നു. സൈറ്റോയും അതേപോലെ തന്നെ മറ്റൊരു വശത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നതും ഈ ഒരു മലയുടെ മുകളിലായിട്ട് ഈ ഒരു വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ആ ഒരു ജീവി അലറി ഇങ്ങനെ വിളിക്കും. അപ്പൊ ഈ ഒരു ശബ്ദം ഇവർ രണ്ടുപേരും രണ്ടു വശങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടുപേരും പേടിക്കുകയും ചെയ്യുന്നുണ്ട്, കാരണം ഇത്തവണ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. അങ്ങനെ നമ്മുടെ സൈറ്റോ ആ ഒരു അരുവിൽ നിന്ന് കുറച്ച് വെള്ളമെല്ലാം കോരി കുടിച്ചിട്ട് എന്തായാലും ബ്രോൺസനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവനെ കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ ബ്രോൺസനെ കാണിക്കുമ്പോൾ ബ്രോൺസൺ ഇപ്പോൾ ഒരുപാട് ദൂരം നടന്നു എന്ന് അവസാനം ഒരു വെള്ളച്ചാട്ടം കാണും. അങ്ങനെ അതിന് മുകളിലേക്ക് കയറാന്നുള്ള രീതിയിൽ ബ്രോൺസൺ മുകളിലേക്ക് പോകുന്നു. ഇവിടെ സൈറ്റോയെ കാണിക്കുമ്പോഴത്തേക്കും സൈറ്റോ ഈ ഒരു പുഴയുടെ അടുത്തോട് തന്നെയാണ് നടന്നു പോകുന്നത്. പക്ഷെ എത്ര നടന്നു പോയിട്ടും ബ്രോൺസനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുമല്ല ഇപ്പോൾ രാത്രിയാവാൻ തുടങ്ങുന്നു. ബ്രോൺസനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളച്ചാട്ടം എല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ഒരിടത്തേക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു ജീവി വീണ്ടും കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതേ ശബ്ദം കാടിനകത്ത് അകപ്പെട്ട സൈറ്റോയും കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ബ്രോൺസനെ കാണിക്കുമ്പോൾ അവനിപ്പോ കുറെ ദൂരം ഈ ഒരു വെള്ളത്തിലൂടെ നടന്നു വന്ന് അവസാനം കരയിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് അടുത്ത ഒരാൾ ഇങ്ങനെ കിടക്കുന്നു. എന്തു പറ്റി മോനെ എന്ന് പറഞ്ഞിട്ട് അത് വേറൊന്നുമല്ല, ഒരു വലിയ മുതല. എന്തോ ഭാഗ്യത്തിന് ആ ഒരു മുതല വേറെ എന്തൊക്കെയോ കഴിച്ചിട്ട് നിൽക്കുമായിരുന്നു തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് ഇപ്പൊ തിന്നേനെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോൺസൺ അനങ്ങാതെ കിടക്കുന്നതും ഈ ഒരു മുതല പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവൻ ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രോൺസ് കുറെ ദൂരം നടന്ന് അവസാനം ഇപ്പൊ ആ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്, അതിന് മുകളിലേക്ക് വരും. അവിടെ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിന് താഴെയായിട്ട് ആ ഒരു ജീവി ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു വെള്ളത്തില്. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കയ്യിൽ നമ്മുടെ സൈറ്റ് ആ ഒരു വാളുകൊണ്ട് വെട്ടിയല്ലോ, ആ ഒരു മുറിവ് ഉണക്കാൻ വേണ്ടി ഇത് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ബ്രോൺസിന് മനസ്സിലായി ഇത് സാധാരണ ഒരു ജീവിയല്ല, അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം സൈറ്റോട് പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ബ്രോൺസൺ അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് വരുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇവൻ പെട്ടെന്ന് പേടിച്ച് താഴെ ഇരിക്കുന്നതും
ഈ ഒരു ജീവി അങ്ങനെ ചുറ്റിനും നോക്കുന്നുണ്ട്. അവൻ വിചാരിക്കുക അവനെയാണെന്ന് വിചാരിക്കുമ്പോൾ അവനെയല്ല, പെട്ടെന്ന് ആ ഒരു വെള്ളത്തിൽ നിന്നും ഒരു മുതല വന്നിട്ട് ഈ ഒരു ജീവിയെ വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കുറെ നേരം അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു മുതല പൊങ്ങി വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആ ഒരു മുതലയെ ഈ ഒരു ജീവി കൊന്നു മുകളിലേക്ക് വന്ന് അതിന്റെ വായങ്ങ് വലിച്ചു കീറി ആ ഒരു മുതലെ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. അപ്പൊ ഇതുകൂടി കാണുന്നതും ബ്രോൺസൺ നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പൊ ആ ഒരു ജീവി അങ്ങനെ മുകളിലേക്ക് നോക്കി അലറി ഇങ്ങനെ വിളിക്കുന്നതും ബ്രോൺസൺ ഒരു ഒറ്റ ഓട്ടം അവിടെ നിന്നും. കാരണം സൈറ്റോട് ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. അതേസമയം സൈറ്റോ ഇവിടെ ആ ഒരു ശബ്ദം കേൾക്കുന്നു. ഓക്കെ, എന്തായാലും ബ്രോൺസനെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ സൈറ്റോ വീണ്ടും ഈ ഒരു കാടിനുള്ളിലൂടെ കുറെ ദൂരം നടന്നു വരുമ്പോഴത്തേക്കും ഒരു മരത്തിലായിട്ട് ഒരാളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അതൊരു പട്ടാളക്കാരനെങ്ങാനും തോന്നുന്നു. ഈ ഒരു പാരച്യൂട്ടിലെങ്ങോട്ട് പറന്നു വന്നപ്പോ ഇതിൽ പെട്ടുപോയതാണ്. അങ്ങനെ അയാളെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് പേടിച്ചിട്ട് അടുത്തുള്ള കുഴിയിലേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ വീണിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിലേതേ ഇതുപോലെ നിൽക്കുന്നു ആ ഒരു ജീവി. സത്യം പറയാലോ അവനങ്ങ് പേടിച്ചു പോവും. പിന്നീടാണ് ശ്രദ്ധിക്കുമ്പോൾ അതിന് ജീവനില്ല, അത് മരിച്ചതാണ്. അങ്ങനെ സൈറ്റ് ഒരു വിധത്തിൽ ആ ഒരു കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു മരിച്ചു കിടക്കുന്നല്ലോ അയാളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോൾ ഒരു തോക്കുണ്ട്. അതും അയാളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു തോക്ക് ഉപയോഗിച്ചായിരിക്കണം ഈ ഒരു ജീവി അയാൾ കൊന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു തോക്ക് അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് അതിന് ലോഡ് ചെയ്തിട്ട് അവന്റെ കയ്യിൽ ആ ഒരു കട്ടാന എന്ന് പറഞ്ഞ ആ ഒരു വാളുമുണ്ട്. ഈ ഒരു വാളും അതേപോലെ തന്നെ ആ ഒരു തോക്കും ഇത് രണ്ടും വെച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് തന്നെ സൈറ്റോ വരുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു ജീവിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അത് താമസിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു വെള്ളത്തിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും അവിടെ തകർന്നു കിടക്കുന്ന ഒരു യുദ്ധവിമാനം അവൻ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു യുദ്ധവിമാനത്തിന്റെ പൈലറ്റാണ് ആ ഒരു കാടിനുള്ളിൽ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവൻ ആ ഒരു വിമാനത്തിനടുത്തേക്ക് വന്ന് അതിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ബ്രോൺസൺ ഉണ്ടല്ലോ, അവനും ഇപ്പൊ ഈ ഒരു കാടിനകത്തൂടെ നടന്ന് വീണ്ടും ഈ ഒരു വെള്ളത്തിനടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിനിന്റെ പകുതി ഭാഗം ഈ ഒരു കാടിനുള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുള്ള മെറ്റൽ പീസ് ഉണ്ടല്ലോ അതെല്ലാം വലിച്ചിളക്കിയിട്ട് അതെല്ലാം നല്ല മൂർച്ചയുള്ള രീതിയിൽ അങ്ങനെ ഒരു കമ്പിൽ വെച്ച് കെട്ടി ഒരു ആയുധമാക്കി മാറ്റുകയാണ്. എന്നിട്ട് ഈ ഒരു വെള്ളത്തിനടുത്ത് കിടക്കുന്ന ആ ഒരു വിമാനം ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്ന് എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലെയർ ഗണ്ണ്, അതേപോലെ തന്നെ ലൈറ്റർ, പിന്നെ സിഗരറ്റ്, അതേപോലെ മറ്റു ചില സാധനങ്ങളും. അപ്പോഴേക്കാണ് ഇതിനകത്ത് വേറെ എന്തോ ഒരു കാര്യം കണ്ടിട്ട് അവൻ അത് കൈയെത്തി എടുക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി ഈ ഒരു വിമാനത്തിന്റെ ചിറകിനടുത്തേക്ക് ഇങ്ങനെ വീഴും. അവിടെ വെച്ചാണ് ഈ ഒരു ചിറകിൽ എന്തോ ഒരു കാര്യം കാണുന്നത്. വേറെ ഒന്നുമല്ല, അതൊരു വലിയ ബോംബാണ്. അങ്ങനെ അതുകൂടി കാണുന്നതും ഓക്കെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് സിഗരറ്റ് ഒക്കെ ഇങ്ങനെ വലിക്കാണ്. കാരണം കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അവന്റെ പുറകിൽ ആരോ നടക്കുന്നൊരു ശബ്ദം. പെട്ടെന്ന് ആ ഒരു കുന്തവും കൊണ്ട് തിരിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സൈറ്റോ. ഓക്കെ, എന്തായാലും തന്റെ സുഹൃത്തിനെ കണ്ടുപിടിച്ചു, ആശ്വാസമുണ്ട്. അപ്പൊ സൈറ്റോ പറയും ഇല്ല കുഴപ്പമില്ല ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ബ്രോൺസൺ കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കാണ് സൈറ്റോ പറയുന്നത് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, അതെന്തായാലും നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അടുത്തുള്ള ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് നടന്നു പോവാണ്. കാരണം ഇവരുടെ കയ്യിൽ ആ ഒരു ലൈറ്റർ ഉണ്ടല്ലോ അതിന്റെ വെളിച്ചത്തില് ഇവര് രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു കാര്യം ഇങ്ങനെ കാണുന്നത്. എന്താന്ന് വെച്ചാല് ഈ ഒരു ജീവി അതിന്റെ കുഞ്ഞിനെ ഒരു മുട്ടയ്ക്കുള്ളിലാക്കി വെച്ചേക്കാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള ആ ഒരു ജീവി അത് സ്ത്രീയാണ്. അതേപോലെ തന്നെ ആ ഒരു കാടിനുള്ളിൽ മരിച്ചെടുക്കുന്നത് ഒരാൺ ജീവിയും. അതുപോലെ ഒരു അമ്മയായിട്ടുള്ള ജീവി ആയതുകൊണ്ട് തന്നെ അത് അത്രയും ദേഷ്യമുള്ളതായിരിക്കും. കാരണം അതിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അതെന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ബ്രോൺസൺ ഈ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ സൈറ്റോ പറയുന്നുണ്ട് നീ ഇപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാലേ ആ ഒരു ജീവി എന്തായാലും നമ്മൾ വെറുതെ വിടത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ രണ്ടിനെ കൊല്ലണം. അപ്പോൾ ബ്രോൺസൺ പറയും ശരി എനിക്കൊരു ഐഡിയ ഉണ്ട്, എന്നോടൊപ്പം വാന്നും പറഞ്ഞ് അവനെ വിളിച്ച് ഒരു ഗുഹയുടെ വെളിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ആ ഒരു ജീവിയെ കാണിക്കുമ്പോൾ അത് കാട്ടിൽ ആ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളുടെ കയ്യിൽ ആ ഒരു തോക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതേസമയം ഇവിടെ ഇവര് രണ്ടുപേരും എന്താന്ന് വെച്ചാല് നമ്മുടെ ബ്രോൺസൺ നേരെ ആ ഒരു വിമാനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിലുള്ള ആ ഒരു ബോംബ് ഉണ്ടല്ലോ അതൂരി നമ്മുടെ സൈറ്റോയുടെ സഹായത്തോടെ തന്നെ രണ്ടുപേരും ആ ഒരു ബോംബ് പൊക്കിയെടുത്ത് ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ഒരു ട്രിഗർ ഉണ്ട് അതാണെങ്കിൽ ബെൻഡായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ശരിയാക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ബ്രോൺസൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൈറ്റോ പറയുന്നത് എന്താ വെച്ചാല് അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം, കാരണം ആ ഒരു ജീവി എപ്പോഴാണ് ഇവിടെ വരുന്നതെന്ന് പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ബ്രോൺസൺ പറയും ഓക്കെ അതെന്തായാലും പോട്ടെ, ഇപ്പൊ ഇത് നേരെ ആക്കാനുള്ള ആ ഒരു കാര്യം വിമാനത്തിലുണ്ട്, അതുകൊണ്ട് ഈ ഒരു ബോംബ് ഇവിടെ വെച്ച് ആരെങ്കിലും ഒരാള് ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ, ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സൈറ്റോ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വിഷമത്തോടെ വന്നിരിക്കുന്നുണ്ട്. കാരണം തന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ഒരാൾ മരിച്ചേ പറ്റൂ. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ജീവി അകത്തേക്ക് കയറി വരുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ അതെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു വിമാനത്തിനടുത്തേക്ക് വന്നിട്ട് നമ്മുടെ സൈറ്റോ ആ ഒരു വാളും അതേപോലെ തന്നെ തോക്കും കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കാണ്. ബ്രോൺസൺ ആണെങ്കിൽ അതിനകത്തൊരു വലിയ കോടാലിയുണ്ട്, അതിങ്ങനെ വലിച്ചിളക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് അത് പെട്ടെന്ന് വലിച്ചിളക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ സൈറ്റോ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ പുറകില് ആ ഒരു ജീവി വന്ന് നിൽക്കാണ്. ഇപ്പൊ സൈറ്റോ പെട്ടെന്ന് ആ ഒരു ജീവിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതാണെങ്കിലോ സൈറ്റോടൊപ്പം നല്ലതുപോലെ തന്നെ തിരിച്ചും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ല സ്കില്ലുള്ളതുപോലെ. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബ്രോൺസൺ എങ്ങനെയെങ്കിലും ആ ഒരു കോടാലി അങ്ങ് വലിച്ചിളക്കും. ആ ഒരു സമയത്ത് നമ്മുടെ സൈറ്റോ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ വാള് രണ്ട് താഴേക്ക് ഇട്ടിട്ട്
ഇപ്പൊ ആ ഒരു ജീവിയായിട്ട് കൈ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇടിച്ചിടിച്ച് ചവിട്ടി ആ ഒരു വിമാനത്തിനടുത്തേക്ക് ചേർക്കുന്നതും മുകളിൽ നിന്ന് നമ്മുടെ ബ്രോൺസൺ ആ ഒരു കോടാലി കൊണ്ട് അതിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വിട്ടാണ് അത് ഒരുപാട് തവണ. അങ്ങനെ രണ്ടുപേരും ആ ഒരു ജീവിയോട് ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ രണ്ടുപേരും അതിന്റെ മുന്നിലായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കാണ്. അതുമല്ല ബ്രോൺസൺ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവർ നേരത്തെ അടിച്ച ആ ഒരു ഫ്ലെയർ ലൈറ്റ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് പോയിട്ട് ഇപ്പൊ കത്തി എരിഞ്ഞു. എന്നിട്ട് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ജീവി അവിടെ കാണുന്നില്ല. അങ്ങനെ ഇതുകൂടി കാണുന്നത് രണ്ടുപേരും പോയി വീണ്ടും ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിയിട്ട് ഇവർ ആ ഒരു ബോംബ് കൊണ്ടുവച്ചല്ലോ അത് ശരിയാക്കാൻ വേണ്ടി ബ്രോൺസൺ ആ ഒരു ബോംബ് ശരിയാക്കുന്നു. സൈറ്റോ വാളും കൊണ്ട് അവന് കാവലായിട്ട് ഈ ജീവി വരുമ്പോഴത്തേക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അങ്ങനെ ബ്രോൺസൺ ഒരു വിധത്തിലെ ആ ഒരു ബോംബിന്റെ ഭാഗം ശരിയാക്കുന്നതും ഇപ്പൊ ആ ഒരു ജീവി ബ്രോൺസന്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ ബ്രോൺസനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇത് കണ്ട സൈറ്റോ ഓടി പുറകിലൂടെ വന്നിട്ട് അതിന്റെ മുകളിലേക്ക് വാൾ വെച്ച് തന്നെ വെട്ടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൈറ്റോയെ അത് കൈ കൊണ്ടൊരു ഒറ്റയടി സൈറ്റോ തെറിച്ചു വന്ന ആ ഒരു ചുമരിലിടിച്ചിട്ട് ആ ഒരു പാറയിലിടിച്ചിട്ട് അവൻ താഴെ വീഴുമ്പോഴത്തേക്കും ഈ ഒരു ജീവി വീണ്ടും നമ്മുടെ ബ്രോൺസന്റെ നെഞ്ചിലേക്ക് കൈ കൊണ്ടിങ്ങനെ ഇറക്കും. എന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ സൈറ്റോ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ കിടക്കുന്ന ആ ഒരു തോക്കെടുത്ത് ഈ ഒരു ജീവിയുടെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ജീവി ബ്രോൺസന്റെ പിടി വിട്ട് സൈറ്റോയുടെ അടുത്തേക്ക് തിരിയുമ്പോൾ സൈറ്റോ അതിനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തവണ ബുള്ളറ്റ് കൊള്ളത്തില്ല. അപ്പോഴേക്കാണ് സൈറ്റോ തിരിഞ്ഞു നിന്ന് അതിന്റെ ആ ഒരു മുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു മുട്ട പൊട്ടിയിട്ട് ആ ഒരു കുഞ്ഞ് നേരെ താഴേക്ക് വീഴുന്നതും ആ ഒരു ജീവി നേരെ ആ ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും നമ്മുടെ സൈറ്റോ നേരെ ബ്രോൺസന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ബ്രോൺസൺ ആണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യ, കാരണം അവന് എഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല. അപ്പോൾ ബ്രോൺസൺ സൈറ്റോയോട് പറയും, സൈറ്റോ നീ ഇവിടെ നിന്ന് പോയിക്കോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ജീവി നേരെ അവിടേക്ക് ചെന്ന് അതിന്റെ കുഞ്ഞിനെ അങ്ങനെ കയ്യിലെടുക്കാണ്. അപ്പോൾ നമ്മുടെ സൈറ്റോക്ക് ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ആകെ വിഷമിച്ചിട്ട് ഈ ഒരു ഗുഹയിൽ നിന്ന് ഓടി വെളിയിലേക്ക് ഇറങ്ങുന്നതും ഈ ഒരു ജീവി ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് നമ്മുടെ ബ്രോൺസൺ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ബ്രോൺസൺ ആ ഒരു കോടാലി കൊണ്ട് ഈ ഒരു ബോംബിലേനെ അടിച്ചു കൊടുക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് കൊള്ളത്തില്ല. അപ്പോഴേക്കും ബ്രോൺസൺ പേടിച്ചതിനെ നിൽക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ സൈറ്റോ അവൻ ആ ഒരു ചെയിൻ പൊട്ടിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബോംബിൽ വെച്ച് അടിക്കുന്നതും ബോംബ് പൊട്ടിത്തെറിച്ച് ആ ഒരു ഗുഹ മുഴുവനായിട്ട് തീപിടിക്കാണ്. നമ്മുടെ സൈറ്റോ ഇതെല്ലാം വെളിയിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബ്രോൺസൺ എന്തായാലും മരിച്ചു. അങ്ങനെ സൈറ്റോ ആകെ വിഷമിച്ചിട്ട് അവിടെ നിന്നും നടന്നിങ്ങനെ വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കാണ് ഈ ഒരു ജീവി ഇപ്പോഴും മരിച്ചിട്ടില്ല, അത് കരയുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് സൈറ്റോ പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ ഒരു ജീവിയാണെങ്കിലോ അവന്റെ പുറകെ തന്നെ വരികയാണ്. അങ്ങനെ സൈറ്റോ ഓടി ഓടി അവസാനം ആ ഒരു ബീച്ചിനടുത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോ രക്ഷപ്പെടാനായിട്ട് വേറെ വഴിയില്ല. അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ബ്രോൺസൺ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് അവന് വേണ്ടി താൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ മതിയാവൂ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ജീവി ഇപ്പൊ പുറകിലൂടെ ഓടി വന്നിട്ട് നമ്മുടെ സൈറ്റോയെ പിടിച്ചൊരു ഒറ്റയേറ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അത് സൈറ്റോ അല്ലായിരുന്നു, അവൻ ഈ ഒരു ജീവിയെ പറ്റിക്കുമായിരുന്നു. പെട്ടെന്ന് സൈറ്റോ ഈ മണലെല്ലാം എടുത്ത് കളഞ്ഞ് മണ്ണിനടിയിൽ നിന്നും മുകളിലേക്ക് വന്ന് ആ ഒരു ജീവിയായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റോയുടെ വയറിലേക്ക് അത് വെച്ച് വെട്ടുന്നുണ്ട്. എന്നിരുന്നാലും സൈറ്റോ എന്തായാലും നിർത്തത്തില്ല, അതിനെ കൊല്ലാതെ സൈറ്റോ പോകത്തില്ല. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി ഇപ്പൊ സൈറ്റോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും സൈറ്റോ അങ്ങനെ ആ ഒരു വാൾ വെച്ച് അതിന്റെ വയറിലേക്ക് ഒരു ഒറ്റ വെട്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വെട്ടുകൂടി വെട്ടുന്നതും ഈ ഒരു ജീവി നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ സൈറ്റോ നടന്ന് അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിനെ കൊല്ലാൻ വേണ്ടി ആ ഒരു വാളെടുത്ത് അങ്ങനെ താഴേക്ക് കൊത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു ജീവിയെ കൊല്ലുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവൻ ആ ഒരു കാടിനുള്ളിലേക്ക് നടന്നു പോയിട്ട് അവിടെ ആ ഒരു ഫ്ലെയർ ഗൺ കിടപ്പുണ്ട്, അതും എടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ജീവി അകത്തേക്ക് തന്നെ പോയി. എന്നിട്ട് പലയിടങ്ങളിൽ നിന്ന് ഈ ഒരു ജീവികളുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഈ ഒരു ബീച്ചിന്റെ അടുത്തേക്ക് വന്ന് സൈറ്റോ മുകളിലേക്ക് ഇങ്ങനെ ആ ഒരു ഫ്ലെയർ ഗൺ അടിക്കുന്നതും അതിപ്പോ വർക്ക് ആവുന്നില്ല. അപ്പൊ അവന്റെ അവസാനത്തെ ആ ഒരു ഹോപ്പും നഷ്ടമായി. അങ്ങനെ സൈറ്റോ നേരെ ബോധമില്ലാതെ താഴേക്ക് വന്ന് വീഴുന്നതും കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ആ ഒരു ഗുഹ പൊട്ടിത്തെറിച്ചല്ലോ, അവിടെ നിന്ന് കത്തിയ ആ ഒരു പുകയല്ല ഇപ്പൊ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് കാരണം ഈ ഒരു ദ്വീപിലേക്ക് വേറെ ഏതൊരു കപ്പൽ വരുന്നു. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സൈറ്റോയെ ഒരു ബ്രിട്ടീഷ് ആർമി അവരുടെ കപ്പലിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് സൈറ്റോയെ എന്തായാലും അവർ രക്ഷപ്പെടുത്തി. എന്നിട്ട് അവിടെ ആ ഒരു ദ്വീപിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെല്ലാം ബ്രോൺസനെ പറ്റിയും എല്ലാ കാര്യങ്ങളും സൈറ്റോ ഇവരോട് പറയും. അതുപോലെ ആ ഒരു സമയത്ത് സൈറ്റോ ബ്രോൺസനായിട്ട് ചെലവഴിച്ച ആ ഒരു സമയങ്ങളുണ്ടല്ലോ, നല്ല സമയങ്ങള്, അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഓഫീസർ ചോദിക്കും, അല്ല ആ ഒരു ദ്വീപിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൈറ്റോക്ക് ഇതെല്ലാം പറയാനായിട്ട് ഒരു ജാപ്പനീസുകാരൻ അടുത്തിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ സൈറ്റോ പറയും, ഇല്ല ആ ഒരു ദ്വീപിൽ ആരും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നതും ഇപ്പൊ സൈറ്റോ ആ ഒരു ഷിപ്പിൽ നിന്നും അതിന്റെ വിൻഡോ വഴി ഈ ഒരു ദ്വീപിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ദ്വീപിൽ കാണിക്കുമ്പോൾ ഈ ഫിഷർമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രേച്ചർ ഉണ്ടല്ലോ, ആ ഒരു ജീവി, അതുപോലെ തന്നെ ഒരുപാട് എണ്ണം ആ ഒരു ദ്വീപിലുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവർ രണ്ടുപേരും അവിടെ നിന്നപ്പോൾ ഇതെല്ലാം അവരെ കണ്ടില്ല. അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറയാം. അതോടെ എന്തായാലും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.